നമസ്കാരം സർ. നമസ്കാരം. സാറിനെ പറ്റിയും സിസം ഡിഫൻസ് അക്കാദമിയെ പറ്റിയും ഒന്ന് പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താമല്ലോ. സിസം ഡിഫൻസ് അക്കാദമി സിസം എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. കാരണം സിസം അക്കാദമി സ്റ്റാർട്ട് ചെയ്ത് 2008 പോലും 2010-11 ശേഷം നമ്മൾ ഡിഫൻസ് കോച്ചിങ് സർവീസ് നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് പുതിയ നിങ്ങൾക്ക് അറിയാലോ അഗ്നിവീർ സ്കീമാണ്. അഗ്നിവീറിലേക്ക് നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് നടത്തുന്നൊരു പ്രോഗ്രാം നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അർബൻ ഏരിയയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, റൂറൽ ഏരിയയിൽ. കാരണം ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ലാത്ത കുറേ ആൾക്കാർ നമ്മുടെ റൂറൽ ഏരിയാസുണ്ട്, അങ്ങനെ ഹിൽ ഏരിയാസ്. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ല. അപ്പം അതിനുവേണ്ടി ഞങ്ങളവിടെ മാസമായിട്ട് പ്രചരണം നടത്തിക്കൊണ്ട് പല സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. സ്കൂളിൽ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ അവർ വേറെ ഔപചാരികമായിട്ടൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർക്ക് നോട്ടീസോ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കുട്ടികളെ അവിടെ വിളിച്ച് വരുത്തി താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു നിശ്ചിത ഫീസ് മേടിച്ച് നമ്മൾ കൊടുക്കാവുന്ന പ്രോഗ്രാമാണ് ഈ സിസം അക്കാദമി ഇപ്പം ഞങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നത്. എന്താണ് സിസം ഡിഫൻസ് അക്കാദമിയുടെ പ്രത്യേകത? സിസം ഡിഫൻസ് അക്കാദമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാനൊരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. എൻ്റെ കൂടെ കൊലീഗ്സായിട്ട് ഇത് ഞങ്ങൾ CSM സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ കൊലീഗ്സായിട്ട് എൻ്റെ സീനിയർ ഓഫീസേഴ്സ് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ റാങ്കിലും കമാൻഡർ റാങ്കിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പല ആൾക്കാരും മരിച്ചുപോയി. അപ്പം അതിന് ശേഷം ഇപ്പം എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു കമാൻഡർ EPP നായർ സാറുണ്ട്, അദ്ദേഹം എൻ്റെ ബോസായിരുന്നു. അതേപോലെ തന്നെ BSFൻ്റെ ഒരു നാഷണൽ പ്ലെയർ, അതുപോലെ നാഷണൽ കോച്ചൊക്കെ ആയിട്ടുള്ള ഒരു സുരേന്ദ്ര സാറ്, അദ്ദേഹമാണ് ഇവർക്ക് PT ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ട്രെയിനിങ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സോണി വർഗീസ് പറഞ്ഞൊരു സോഫ്റ്റ് സ്കിൽ ട്രെയിനറുണ്ട്. ഇത്രയും ചേർന്ന ഒരു ടീമാണ് ഞങ്ങൾ ഇതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെറൊരു ഇവനെ ട്രെയിനിങ്ങിലേക്ക് നമ്മൾ സെലക്ഷൻ എടുത്തു. അതിനുശേഷം ഫിസിക്കലി, മെൻ്റലി, അക്കാഡമിക്കലി പ്രിപ്പയർ ചെയ്ത് ആദ്യത്തെ തവണ അവന് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പോലും അവരുടെ അൺലിമിറ്റഡ് സ്കീം കൊടുക്കുന്നുണ്ട്. ഒരു അഡീഷണൽ ഡ്രൈവർ കൊടുത്തു കഴിഞ്ഞാൽ അവന് അൺലിമിറ്റഡ് ആയിട്ട് കോച്ചിങ് പങ്കെടുത്തുകൊണ്ട് കിട്ടുന്നിടം വരെ വർക്ക് ചെയ്യാറുണ്ട്. പ്ലസ് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പം ആദ്യത്തെ തവണ അയാൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഈ അഗ്നിവീർ ഒരു ട്രെയിനിങ് ക്യാമ്പസിലേക്ക് ഈ പിള്ളേർ വരുന്നതുകൊണ്ട് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവരുടെ ബാക്കിയുള്ള പാരാമിലിറ്ററി എന്ന് പറയുമ്പം ഇവരുടെ നേവിയുടെ കോസ്റ്റ് ഗാർഡ്, ആർമിയുടെ BSF, അതുപോലെ തന്നെ CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഓർഗനൈസേഷൻ, CPOs, സ്റ്റേറ്റ് പോലീസ്, സ്റ്റേറ്റ് ബറ്റാലിയൻ പോലീസ്, അവിടേക്കൊക്കെയുള്ള രീതിയിലുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന്മാർക്ക് അതിലും അവർക്ക് അത് ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, പെൺകുട്ടികളും ഇതിനകത്ത് കാൻഡിഡേറ്റായിട്ട് വരാം. അവർക്ക് നമ്മൾ ട്രെയിനിങ് ചെയ്യും. എങ്ങനെയാണ് വിദ്യാർത്ഥികളെ അഗ്നിവീർ സെലക്ഷന് വേണ്ടി തയ്യാറെടുപ്പിക്കുന്നത്? അറിയാലോ. അപ്പം കുട്ടികളെ നമ്മൾ എടുക്കാമെന്ന് അത്ര ഈസിയായ കാര്യമില്ല. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. പ്രത്യേകിച്ച് ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും വളരെ ഫ്രീ തിങ്കേഴ്സാണ് അവർ. അപ്പോൾ അവർ ഇങ്ങനെ പിടിച്ചുകിട്ടിനകത്ത് വർക്ക് ചെയ്യാനോ ജോലി ചെയ്യാനോ താല്പര്യമുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അവൻ്റെ മൈൻഡ് സെറ്റ് അല്ല, അവനെ മോൾഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അസഹനീയമായ ഒരു വർക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞാൽ തന്നെ ഇൻടോളറബിൾ എന്ന് തന്നെ പറയാം. അപ്പോൾ അത് കുട്ടികളെ, കാരണം വേറൊരു പ്രശ്നം നമ്മളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏജ് 17 വയസ്സ് തൊട്ട് ഉള്ള ആ ഏജ് പിന്നെ ആൺപിള്ളേരെ പെൺപിള്ളേരെ മോൾഡ് ചെയ്യാവുന്നൊരു ടൈമാണ്. എങ്ങോട്ടില്ല, നല്ലതിലേക്കും കൊണ്ടുപോകാം, ചീത്തയിലേക്കും കൊണ്ടുപോകാം. അപ്പം അതിപ്പോൾ കാരണം ഇന്നത്തെ ചെറുപ്പക്കാരെ മൊത്തം ഞാൻ പറയുന്നില്ല, ഇന്നത്തെ യൂത്ത് പല രീതിയിൽ അവർ കമ്പ്യൂട്ടർ അഡിക്ഷനും അവരുടെ ചിന്താഗതി ഒരു പ്രത്യേക രീതി ഒരു AI യുഗത്തിലേക്കാണ് അവർ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ഏത് രാജ്യത്തിനും വേണം. അത് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കരുതലോടെയായിരിക്കണം സർക്കാർ ഇത് കൊണ്ടുപോകുന്നതും. അതിനെ ഞങ്ങളെപ്പോലുള്ള ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവന് ആൺകുട്ടികളായാലും പെൺകുട്ടികളും വന്നു കഴിഞ്ഞാൽ അവനൊരു ഡിസിപ്ലിൻ ലൈഫ് പഠിക്കാൻ പറ്റും. അവന് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട
അവരുടേതായ ഒരു ലൈഫ് അല്ലെ പ്രത്യേക കരിയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ധാരാളമാണ്. കാരണം ഇത് ഡിഫൻസിലും അഗ്നിവീറിനെ സംബന്ധിച്ചറിയാമല്ലോ, ഇവർ 4 വർഷം അഗ്നിവീറായിട്ട് പണിയെടുത്തെങ്കിൽ പോലും 4ാമത്തെ വർഷം ഈ വർഷം 50% ആൾക്കാരെയാണ് ഡിഫൻസ് റിസർവ് ചെയ്യുന്നത്. ബാക്കി 50% ആൾക്കാരെ പുറത്തേക്ക് വിട്ടെങ്കിൽ പോലും ദേ ആർ ഗെറ്റിംഗ് 13 lakh rupees as a പോക്കറ്റ് മണി ആയിട്ട് 13 വർഷത്തെ അവരുടെ പോക്കറ്റിൽ വിട്ടാണ് കൊടുക്കുന്നത്. അവരുടെ ബിഗിനിങ് ഓരോ വർഷവും അവർക്ക് സാലറി ഒരു കൺസോൾട്ടേറ്റഡ് സാലറി ആയിട്ട് അത് 29 ഓൺവേഡ്സ്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണ് 40,000 rupees. അപ്പം 4th ഇയർ ആണ് ഇറങ്ങിപ്പോകുമ്പോൾ അവന് ഇവർക്കിട്ട് അതായത് 23-24 വയസ്സാകുമ്പോൾ ഷീസ് ഗെറ്റിംഗ് 13 lakh in her own hand. അതുകൊണ്ടാണ് ഇവനെ പുറത്തേക്ക് വിടുന്നത്. അതിനുശേഷം അവർക്ക് അവിടെ കയ്യിൽ അതുപോലെ ദേ ആർ ഗെറ്റിംഗ് ദ ഗ്രാജുവേഷൻ. 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്നത് ദേ ആർ ഗെറ്റിംഗ് ദ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഗ്രാജുവേഷൻ കിട്ടുന്നു. സ്കൂളിൽ എന്തോ ഓപ്പർച്യൂണിറ്റി ഗവൺമെൻറ് കൊടുക്കാനാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇത് കൂടുതൽ പോപ്പുലറായിട്ടുള്ളൊരു സ്കീം തന്നെയാണ്. അത് നമ്മുടെ നാട്ടിലെ കേരളം പോലെ പല സംസ്ഥാനങ്ങളും അതിനെ എതിർത്തിരുന്നു. അത് അതിൻ്റെ ശരിയായ രീതിയിലേക്ക് പാതയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് നല്ലതാണെന്ന് ജനങ്ങൾക്ക് തോന്നും. എന്താ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഡിഫൻസ് അക്കാഡമിയുടെ അഗ്നിവീർ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് അർബൻ ഏരിയയിൽ നമ്മളിത് നടത്തുന്നതുകൊണ്ട് 2 രീതിയിൽ നമുക്ക് കുട്ടികളുടെ വ്യൂസിനെ കാണാം. കുട്ടികൾ റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിൽ വന്ന് ട്രെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾ അവർക്ക് അർബൻ ഏരിയയിലേക്ക് വരാൻ സാധിക്കാതെ അവർ റൂറലിൽ തന്നെ നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പം എൻ്റെ അതായത് സിസം ഡിഫൻസ് അക്കാഡമിയുടെ ഒക്കെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അവരിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചില്ല, അതായത് റൂറൽ ഏരിയയിലേക്ക് നമ്മൾ കിട്ടുക. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബിഗിനിങ് ആയിട്ടിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ബൗണ്ടറി ആയിട്ട് പറയുന്നത് അവിടെ 14 സ്കൂൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 14 സ്കൂളിൽ പോയിട്ട് അവരുമായിട്ട് ടീച്ചേഴ്സും പ്രിൻസിപ്പാൾസും അവരുടെ സംസാരിച്ചു. ചില ആൾക്കാർ പോസിറ്റീവ് പറഞ്ഞു, ചില ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു, ചില ആൾക്കാർ ഞങ്ങൾ കേൾക്കാതെ ഇരുന്നുണ്ട്. ചില ആൾക്കാർ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പോലുള്ള തേർഡ് പാർട്ടീസിനെ ഇഷ്യൂട്ടി കേട്ടിരുന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ടവരുമുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമല്ല, ഇത് കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന റൂറൽ ഏരിയകളിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി ഈ ക്യാമ്പ് സിസം ഡിഫൻസ് അക്കാഡമിയുടെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ എരുമേലിയിലും മുണ്ടക്കയത്തുമാണ്. ഈ വരുന്ന 28-ാം തീയതി 8 മണിക്ക് ഏതാണ്ട് എരുമേലിയിലും 11 മണിക്ക് മുണ്ടക്കയത്തുമാണ് പ്രോഗ്രാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് താല്പര്യമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളെ അവരുടെ ഫിസിക്കലും ബാക്കിയുള്ള അവരുടെ ഐക്യവും ബാക്കിയുള്ള ആക്ടിവിറ്റീസെല്ലാം നോക്കിയിട്ട് അവരെ ഞങ്ങളുടെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്യും. അതിനുശേഷം അവരുടെ ട്രെയിനിങ് നമ്മൾ അവർക്ക് ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂളും പ്രകാരം അവർക്ക് കോച്ചിങ്. ഒരു വിമുക്ത ഭടൻ എന്ന നിലയിൽ സായുധ സേന അംഗമാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാർ എന്ത് സന്ദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? എന്നെ സംബന്ധിച്ച് സന്ദേശം എനിക്ക് ഒത്തിരി പറയാനുണ്ടായതുകൊണ്ട്, കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ആരും യൂണിഫോം ഇട്ട ആൾക്കാരും ഇല്ലായിരുന്നു. എനിക്ക് ഇവിടെ ഒരു പോലീസുകാരെ കണ്ടാലും പേടിയായിരുന്നു. അപ്പം പട്ടാളത്തിൽ ഒരു അന്നത്തെ കാലത്ത് 87 കാലഘട്ടങ്ങളിൽ പട്ടാളക്കാരനെ നേരിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ട്രെയിനിങ് ക്യാമ്പ് ചെല്ലുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ഒത്തിരി കാണാൻ ഒന്ന് ലാംഗ്വേജസിൻ്റെ ഒരു ബരിയർ ഉണ്ടായിരുന്നു. മലയാളം എന്നോട് ഇതറാന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു. കാരണം ലാംഗ്വേജ് കൊണ്ട് അറിയില്ല. ഹിന്ദി ഇംഗ്ലീഷൊക്കെ നമ്മൾ എഴുതാൻ പഠിക്കുന്നല്ലാതെ സംസാരിക്കാനുള്ള നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ആ ബരിയറിനെല്ലാം നമുക്ക് എടുത്തു കളയാൻ പറ്റിയൊരു വലിയൊരു ഉപാധിയാണ് ഈ പട്ടാളക്കാർ ലാംഗ്വേജ്. വളരെ ഈസിയസ്റ്റായിട്ട് വെറുതെ പഠിക്കാൻ പോകുന്നില്ല. അവരെ നേരത്തെ ഹൈപ്പ് എക്സ്പെറിമെൻ്റ് ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ് 40,000-50,000 രൂപ ഈ കുട്ടികളുടെ സ്റ്റാർട്ടിങ് കിട്ടുന്നത്. അപ്പം ഇതൊരു പട്ടാളത്തിൽ അവനോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ ലൈഫ് എല്ലാം കൊണ്ട് സെറ്റിലാകും, അവൻ്റെ ഫാമിലി സെറ്റിലാകും, അവൻ്റെ അച്ഛനമ്മയൊക്കെയും സെറ്റിലാകും, മെഡിക്കല്, ബാക്കിയുള്ള ഇൻഷുറൻസ്, ബാക്കിയുള്ള ഇതിപ്പോൾ നമുക്ക് ഡെത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 1-2-3 കോടി രൂപയൊക്കെ വീട്ടുകാർ കിട്ടുന്നത്. കാരണം അത്രയ്ക്ക് നമ്മുടെ ലൈഫ് സെക്യൂർ ചെയ്യുന്നൊരു സംവിധാനം റിസ്ക് ഉണ്ട്. അത് വേറെ പ്രശ്നം, റിസ്ക് ഉണ്ട്. ആ റിസ്കിനെ നമ്മൾ കൺസ്യൂം ചെയ്യാൻ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കെന്താ ജീവിതത്തിൽ വിജയിക്കേണ്ടത്. എനിക്കത് വേറെ ഒന്നും അവരുടെ കുട്ടികളോട് പറയും. കാരണം ഇവർക്കെല്ലാം ഒരു ഡിസിപ്ലിൻഡ് യങ് യൂത്തായിട്ട് വളർന്നുകൊണ്ട് അവന് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പുരുഷനായിട്ട് യുവതിയായിട്ട്
അവന് നാട്ടിൽ ജീവിക്കാം.